يا رسول الله يا حبيب الله يا رسول الله يا حبيب الله صلى عليك يا رسول الله ثم عليك يا حبيب الله صلى عليك يا رسول الله ثم عليك يا حبيب الله شهر ربيع قد بدا نوره الأعلى വിജ്ഞാനത്തിന്റെ നിറവട്ടത്തിൽ പൂർണ്ണചന്ദ്രനെ പോലെ തുന്നി കൈകളിൽ നെഞ്ചോട് ചേർത്ത പ്രസാധക സംഘം ബദർ പബ്ലിക്കേഷൻസ് ചുരുങ്ങിയ കാലം കൊണ്ട് ആദർശ വിപ്ലവ രംഗത്തും പ്രസാധക രംഗത്തും അനന്യമായ ചുവടുവെപ്പുകൾ. സീഡുകൾ, ബുക്കുകൾ, ഡൈജസ്റ്റുകൾ തുടങ്ങി പബ്ലിക് രംഗത്ത് തനതും സുവ്യക്തവുമായ കാഴ്ചപ്പാടുകൾ. ഇപ്പോൾ കോഴിക്കോടിന് പുറമെ പെരിന്തൽമണ്ണ, മമ്പുറം എന്നിവിടങ്ങളിലും ബദറിന്റെ ശ്രദ്ധേയമായ സാന്നിധ്യം. ബദർ പബ്ലിക്കേഷൻ തുന്നി കൈകളിയുടെ മനസ്സറിഞ്ഞത്. ബദർ പബ്ലിക്കേഷൻ, മർക്കസ് കോംപ്ലക്സ്, കോഴിക്കോട്. ഫോൺ 0495-272-3439, മൊബൈൽ 9447845627. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أهل الكتاب قد جاءكم رسولنا يبين لكم على فترة من الرسل أن تقولوا ما جاءنا من بشير ولا نذير فقد جاءكم بشير ونذير والله على كل شيء قدير. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. من قبل حاطب التفلال وفي مستودع حيث يصف الورق ثم همت البلاد لا بشر أنت ولا موت ولا لقوم بل نطفة تركب السفينة وقد ألجام نسرا وأهله الغرق تنقال من صالب إلى راهبين إذا مضى عالم بدا طابقون. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ
തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജന്മമാസത്തോടനുബന്ധിച്ച് നടക്കുന്ന നമ്മുടെ പരിപാടിയുടെ സമാപന ദിവസമാണ് ഇന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും അവന്റെ പൊരുത്തത്തിലാക്കി പെരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നലെ നാം പരിശുദ്ധ ഖുർആനും ഹദീസുകളും ഉദ്ധരിച്ച് സംസാരിച്ചിരുന്നത് പ്രധാനമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് നൽകിയ അതുല്യമായ ബഹുമാനം. ഒന്നാമത്തെ സൃഷ്ടിയായി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിക്കുകയും മറ്റാർക്കും നൽകാത്ത ബഹുമതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകുകയും ലോകത്തുള്ള സർവ്വ അമ്പിയാക്കൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് വിവരം നൽകി അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നവരും വിശ്വസിക്കുന്നവരുമായി അവരോട് കരാർ വാങ്ങിക്കൊണ്ടാണ് ലോകത്തെ എല്ലാ പ്രവാചകന്മാരെയും അല്ലാഹു പ്രവാചകരായി നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പഠിപ്പിക്കുന്ന ഖുർആനും ഹദീസും പഠിപ്പിച്ച വിഷയങ്ങളാണ് നാം സംസാരിച്ചിരുന്നത്. എന്നാൽ ആ പ്രവാചകന്മാരെല്ലാം അവരുടെ സമുദായങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തിയിട്ടും ഉണ്ട്. ഇന്നും ഇന്നലെയുമല്ല അല്ലാഹുവിന്റെ റസൂലിനെ സ്മരിക്കപ്പെടുന്നത്. അങ്ങയുടെ സ്മരണ, അങ്ങയുടെ പേര്, അങ്ങയുടെ പ്രശസ്തി നാം ഉയർത്തിവെച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞെങ്കിൽ ഇവിടെ ലോകോൽപത്തി മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന, ലോകോൽപത്തി മുതൽ സംസാരിക്കപ്പെടുന്ന ഏക വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നും കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ഏത് രാഷ്ട്രത്തിൽ ചെന്നാലും അവിടുത്തെ അനുയായികൾ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 10 പ്രാവശ്യം 5 നേരം ആ ലോക നേതാവിന്റെ പേര് ഉറക്കെ വിളിച്ചു പറയപ്പെടുന്നുണ്ട്. അങ്ങനെ സർവരാഷ്ട്രങ്ങളിലും 5 നേരം 10 പ്രാവശ്യം ഉറക്കെ പേര് വിളിച്ചു പറയപ്പെടുന്ന ഒരു നേതാവ്. ഒരു പ്രസിഡന്റുമില്ല, ഒരു UN സെക്രട്ടറിയും ഇല്ല, ലോകത്ത് ഒരു രാഷ്ട്രത്തലവരും ഒരു രാജാവും ഒരു പണ്ഡിതനും ഒരു വ്യക്തിയും ഇല്ല. ഇതാർക്കും നിഷേധിക്കാൻ സാധ്യമല്ല. ഇന്നും നിങ്ങൾ നോക്കൂ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുയായികൾ ഒരു നേതാവിന്റെ പേരും ആ നേതാവിന്റെ പിതാക്കന്മാരുടെ പേര്, 20ഓളം പിതാക്കന്മാരുടെ പേര്, ബാപ്പ മുതൽ ഉപ്പാപ്പ മുതൽ അങ്ങനെ 20 ബാപ്പമാരുടെ പേര്, ഒരു സമുദായത്തിലെ അംഗങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ മനപ്പാഠം പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു നേതാവ്. നമ്മളോട് തന്നെ നമ്മളെ ബാപ്പന്റെ പേര് ചോദിച്ചാൽ പറയാൻ കഴിയും, വേണമെങ്കിൽ ഉപ്പാപ്പാന്റെ പേരും പറയാൻ കഴിയും. അതിന്റെ അപ്പുറത്തേക്ക് ചോദിച്ചാൽ പലർക്കും പറയാൻ കഴിയില്ല. നല്ലത് കഴിയുന്ന ഒരു കൂട്ടർ നമ്മുടെ സ്റ്റേജിൽ തന്നെ ഉണ്ട്. അതായത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകളിൽ വന്നവരാ. അവർക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെ അവരുടെ ഉപ്പാപ്പമാരുടെ പേര് എണ്ണാൻ സാധിച്ചേക്കും. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആൺമക്കളെല്ലാം മരണപ്പെട്ടു പോയപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് ആക്ഷേപിക്കണം എന്ന് മനസ്സിലാക്കിയ കുബുദ്ധികളിൽപ്പെട്ട ഒരാൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിൻഗാമികളില്ല, അദ്ദേഹം പിൻഗാമികളില്ലാത്ത ആളാണ് എന്ന് ആക്ഷേപിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച സൂറത്താണ് ഇന്നാ അഅ്തൈനാക്കൽ കൗസർ. ആക്ഷേപിച്ചവന് മറുപടി പറയുന്നതിന് മുമ്പ് ആ ആക്ഷേപം കേട്ടി എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചെറിയ വേദന വന്നെങ്കിൽ ആ വേദന ആദ്യം ശമിപ്പിച്ചുകൊണ്ട് വേണം ആക്ഷേപിച്ചവന് മറുപടി പറയാനെന്ന നിലയ്ക്ക് പരിശുദ്ധ ഖുർആൻ നിങ്ങൾ കണ്ടില്ലേ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഓ നബിയെ നിശ്ചയമായും നമ്മൾ അങ്ങേക്ക് തന്നിട്ടുണ്ട് അൽ കൗസർ, സർവ നന്മയും തന്നിട്ടുണ്ട്. ആ നന്മയിൽ വളരെ പ്രധാനമായി ഈ ആയത്തിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അന്ത്യനാൾ വരെ ലോകമെമ്പാടും സന്താനങ്ങളെ നൽകിയിട്ടുണ്ടെന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനം പണ്ഡിതന്മാര് പറഞ്ഞത് കാണാം. ഹൗദുൽ കൗസർ നൽകിയെന്നും വ്യാഖ്യാനമുണ്ട്. അതൊന്നും തമ്മിലെതിരല്ല, അതെല്ലാം അവിടുത്തേക്ക് നൽകപ്പെട്ട നന്മകൾ തന്നെയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, അന്ത്യനാൾ വരെ അവിടുത്തെ സന്താന പരമ്പരകൾ ഇവിടെ നിലനിൽക്കും. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. അങ്ങനെ അങ്ങേക്ക് അല്ലാഹു നിഅമത്ത് ധാരാളം തന്നതെത്തിയാണ്. അതുകൊണ്ട് തങ്ങൾ അല്ലാഹുവിനെ നിസ്കരിക്കൂ നബിയേ, റബ്ബിന് നിസ്കാരം നിർവഹിക്കൂ. വൻഹർ, തങ്ങൾ അതാ അറവ് നടത്തി ഭക്ഷണം വിതരണം ചെയ്യൂ. ഇത് പഠിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞു, ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. അങ്ങേ ആക്ഷേപിക്കുന്നവൻ അവിടുന്ന് പിൻഗാമിയില്ലാത്ത വ്യക്തിയാണ് എന്ന് പറയുന്ന വ്യക്തി അവനാണ് ലക്ഷണം കെട്ടവൻ, അവനാണ് പിൻഗാമിയില്ലാത്തവൻ, അവനാണ് അവലക്ഷണമുള്ളവൻ. എന്റെ ഹബീബായ നബിയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുക, ആ നിലയ്ക്ക് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പിൻഗാമികൾ അന്ത്യനാൾ വരെ ഉണ്ട്. അവർക്ക് എത്രയോ പാപ്പമാരുടെ പേര് പറയാൻ സാധിക്കും, അല്ലാത്തവർക്ക് പറയാൻ വളരെ പ്രയാസം തന്നെ. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു നേതാവ്, ആ നേതാവിന്റെ 20 ബാപ്പമാരുടെയും പേര് ലോകപ്രശസ്തമായ സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. 20 ബാപ്പമാരുടെ പേര്, ബാപ്പ മുതൽക്ക് മേൽപോട്ട് 20 പിതാക്കളുടെ പേര്. അങ്ങനെ ഒരു നേതാവാരാണുള്ളത്? മേലോട്ട് 20 ബാപ്പമാരുടെ പേര്. അവിടെ മുന്നോട്ട് ഇന്നുവരെയുള്ള സന്താനങ്ങൾക്ക് ഉപ്പാപ്പ വരെ പേര് പറയാൻ കഴിയുന്നൊരു വ്യക്തി. ഇത് നിങ്ങൾ നോക്കൂ, ആ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ നരച്ച രോമങ്ങൾ എത്രയുണ്ടായിരുന്നു? അവിടുത്തെ ശരീരത്തിന്റെ പ്രകൃതി എന്തായിരുന്നു? അവിടുന്ന് ഓരോ പ്രവൃത്തിയും ചെയ്തത് എങ്ങനെയായിരുന്നു? അവിടുന്ന് വസ്ത്രം ധരിച്ചത് ആദ്യം ഏത് ഭാഗമായിരുന്നു? രണ്ടാമത് ഏത് ഭാഗമായിരുന്നു? അവിടുന്ന് ചെരുപ്പ് ധരിച്ചപ്പോൾ ഏത് കാലിന്റെ ചെരുപ്പാണ് ആദ്യം ധരിച്ചത്? ഊരിയപ്പോൾ ഏതാണ് ഊരിയത്? ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരലാണ് ഉപയോഗപ്പെടുത്തിയത്? ഇങ്ങനെ തുടങ്ങി ഞാനൊരു സാമ്പിളിന് പറഞ്ഞതാണ്. എല്ലാ വിഷയങ്ങളും ഒരുപോലെ രേഖപ്പെടുത്തപ്പെട്ട, ചരിത്രത്തിൽ രേഖയുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ആ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ എല്ലാ പ്രവാചകന്മാരും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തതിന്റെ പുറമെ അവരുടെ സമുദായങ്ങൾക്ക് മുഴുവനും പരിചയപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലമ്മാ ജാഅഹും കിതാബും മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി ഫലഅ്നതുല്ലാഹി അലൽ കാഫിരീൻ. സൂറത്തുൽ ബഖറയുടെ 89-ാമത്തെ സൂക്തം. നേരത്തെ തന്നെ ഗ്രന്ഥങ്ങൾ കിട്ടിയിട്ടുള്ള പൂർവ വേദങ്ങൾ നൽകപ്പെട്ട കക്ഷികൾ അവരുടെ ഗ്രന്ഥങ്ങളിലുള്ളത് സത്യമാണെന്ന് സപ്പോർട്ട് നൽകി അംഗീകാരം നൽകുന്ന വ്യക്തിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി. മുസദ്ദിഖുൻ ലിമാ മഅക്കും, നിങ്ങളുടെ കൂടെയുള്ള ഗ്രന്ഥങ്ങളിൽ, ഒറിജിനൽ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞൊക്കെ സത്യമാണെന്ന് അംഗീകരിക്കുന്ന ഗ്രന്ഥവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ആ ഗ്രന്ഥം വന്നു, വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. അവിശ്വാസികളായ ആളുകളുമായി പടപെരുതുന്ന സമയത്ത് ആ വിശ്വാസികളിൽ നിന്ന് വിജയം നേടാൻ ആ പൂർവകാല ഗ്രന്ഥങ്ങൾ പരിചയമുള്ള പൂർവകാല ഗ്രന്ഥത്തിന്റെ വക്താക്കളായ ആളുകൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി അവസാന കാലത്ത് വരുന്ന നബിയുടെ മഹത്വം കൊണ്ട് ഞങ്ങളെ വിജയിപ്പിക്കണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു മുൻകാല ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുള്ളവർ. ഫലമ്മാ ജാഅഹും മാ അറഫൂ കഫറൂ ബിഹി, അവർക്ക് പരിചയമുള്ള പൂർവകാല ഗ്രന്ഥങ്ങൾ ലഭിച്ച സമുദായങ്ങൾക്ക് മുഴുവനും പരിചയമുള്ള നബി, പരിചയമില്ലാത്ത നബിയല്ല, ആ നബി വന്നപ്പോൾ കഫറൂ ബിഹി, അതുവരെ അവർ ആ നബിയെ തവസ്സുലാക്കി ആ നബിയെ ഇടയാളനാക്കി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസം പ്രകടിപ്പിച്ചവരായിരുന്നു. ആ നബി ഇന്ന് വന്നപ്പോൾ പിന്നെ ആ നബിയെ ഇടയാളനാക്കി പ്രാർത്ഥിക്കാൻ അവരില്ല, ആ നബിയുടെ മഹത്വം അംഗീകരിക്കാൻ അവരില്ല. കഫറൂ ബിഹി, ആ നബിയിൽ അവർ അവിശ്വസിച്ചു. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ഫലഅ്നതുല്ലാഹി അലൽ കാഫിരീൻ, ആ സത്യനിഷേധികൾക്ക് അല്ലാഹുവിന്റെ ശാപമാണ്. നേരത്തെ അമ്പിയാക്കൾ പഠിപ്പിച്ച തത്വം അംഗീകരിച്ച് വിശ്വസിച്ചിരുന്ന കാലത്ത്, പൂർവകാല ഗ്രന്ഥങ്ങൾ പഠിച്ച് ജീവിച്ചിരുന്ന കാലത്ത് സത്യനിഷേധികൾക്കെതിരെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അത്രയും ആ നബിയോട് അവർക്ക് ബഹുമാനമുണ്ടായിരുന്നു. പൂർവകാല സമുദായങ്ങളെല്ലാം ആദരിച്ചു വന്ന നബി. മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ അൻആമിന്റെ 20-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറഞ്ഞു, അല്ലദീന ആതൈനാഹുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, സ്വന്തം മക്കളെ അറിയാവുന്നത് പോലെ ഇത് അല്ലാഹുവിന്റെ അവസാനത്തെ റസൂലാണ് എന്ന് ഗ്രന്ഥം നൽകപ്പെട്ട ആളുകൾക്കൊക്കെ അറിയാം, അവർക്ക് ബോധ്യമുണ്ട്. പക്ഷെ അവരുടെ അസൂയ കൊണ്ട് അവർക്ക് സത്യം അംഗീകരിക്കാൻ സാധിക്കില്ല. അല്ലദീന ഖസിറൂ അൻഫുസഹും വഹും ലാ യുഅ്മിനൂൻ, അവരുടെ ശരീരത്തെ അവർ നഷ്ടപ്പെടുത്തി അവർ വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ പൂർവകാല ഗ്രന്ഥങ്ങളിലെല്ലാം പരിചയപ്പെടുത്തപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി ഇപ്പോൾ പറയാൻ നിവൃത്തിയില്ല. സഹോദരന്മാരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് നിൽക്കുന്നു. സെയ്ദ് ഇബ്നു സഅന എന്ന് പറയുന്ന യഹൂദി മതത്തിൽ വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതൻ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അദ്ദേഹം നേരത്തെ പണം കൊടുത്തിട്ടുണ്ട്. പണം കൊടുത്തത് എന്തിനാണ്? ഈത്തപ്പഴം പറക്കി ഈത്തപ്പഴം കൊടുക്കാൻ വേണ്ടിയാണ്. പണം നേരത്തെ കൊടുത്തു, വസ്തു പിന്നീട് ഇന്ന അവധിക്ക് തരണമെന്നാണ് പറഞ്ഞിരുന്നത്. ആ അവധിക്ക് വസ്തു കൊടുക്കണം. പക്ഷേ ആ വസ്തു നൽകാൻ ബാധ്യസ്ഥനായ നിശ്ചയിക്കപ്പെട്ട ഡേറ്റിന്റെ
2 ദിവസം മുമ്പ് അല്ലെങ്കിൽ 3 ദിവസം മുമ്പ്, അങ്ങനെയാണ് ഹദീസിന്റെ റിപ്പോർട്ടിലുള്ളത്. വസ്തു ലഭിക്കാനുള്ള യഹൂദി പണ്ഡിതൻ സെയ്ദ് ഇബ്നു സഅല വരുന്നു. നേരെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാറി പിടിക്കുന്നു. മാറി പിടിച്ചിട്ട് പറയുന്നു, മുഹമ്മദ് അലാ തഖുലു യാ മുഹമ്മദ് ഹഖി, എനിക്ക് തരാനുള്ള അവകാശം തരുന്നില്ലേ മുഹമ്മദ്? ഫവല്ലാഹി ഇന്നക്കും യാ ബനി അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾ പലപ്പോഴും പറഞ്ഞ സമയത്ത് കൊടുക്കാതെ തീപ്പുണ്ടാക്കുന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്ഷേപിച്ച് ഒരവകാശവും ഇല്ലാതെ, കാരണം 2 ദിവസം കഴിഞ്ഞിട്ടാണ് അവധി എത്തുന്നതിന് മുമ്പ് വന്ന് മാറി പിടിച്ചിട്ടാണ് പറയുന്നത്, എന്റെ അവകാശം ഇപ്പൊ തരണം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ തന്നെ അങ്ങ് ഗർജിച്ചു, ഐ അദുവല്ലാഹ്, എടാ അല്ലാഹുവിന്റെ ശത്രു, അതഖൂലു ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്മഉ, അല്ലാഹുവിന്റെ റസൂലിനോട് നീ പറഞ്ഞ വാചകം ഞാൻ കേട്ടല്ലോ, എന്താണ് നീ പറഞ്ഞത്? ഫവല്ലാഹി ലൗലാ മാ ഉഹാദിറു ഫൗതഹു ലവറബ്തു ബിസൈഫി റൈസക, എന്റെ കയ്യിലെ വാള് കൊണ്ട് ഞാൻ ഇപ്പൊ നിന്നെ വെട്ടും, പക്ഷേ വെട്ടാതിരിക്കുന്നതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂലും നീയും അടുത്തടുത്താണുള്ളത്. അപ്പൊ വെട്ടുമ്പോൾ അവിടുത്തെ ശരീരത്തിൽ തട്ടിപ്പോയാലോ, അതുകൊണ്ടാണ് വെട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ വെട്ടും, നീ അങ്ങനെയുള്ള തോന്നിവാസമാണ് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികളിൽപ്പെട്ട പ്രഗൽഭനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന മറുപടി, ഓ സഹോദരന്മാരെ, നിങ്ങൾ ശ്രദ്ധിക്കുക. വലൗ കുന്ത ഫളൻ ഗലീലൽ ഖൽബി ലം ഫളൂ മിൻ ഹൗലിക്, കടുത്ത ഹൃദയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കില്ലല്ലോ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഏറ്റവും ലോലമായ സ്വഭാവം, ഏത് അക്രമിയെയും സ്വഭാവം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ശൈലി, ഏത് എതിരാളിയെയും സംസ്കരിക്കുന്ന സ്വഭാവം നൽകപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നക ലഅലാ ഖുലുഖിൻ അളീം, മഹത്തായ സ്വഭാവത്തിന്റെ മേലെയാണ് നബിയെ തങ്ങൾ. മഹത്തായ സ്വഭാവം അങ്ങയുടെ കീഴിലാണ്. ആ നിലക്കുള്ള സ്വഭാവം നൽകപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, വളരെ പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ, ഒരു വികാരവും ഒരു പ്രകോപനവുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അന വഹുവ കുന്നാ അഹ്വജ ഇലാ ഗൈരി ഹാദാ മിൻക യാ ഉമർ, ഉമറേ, ഞാനും എന്റെ മാറുപിടിച്ച് പ്രകോപനപരമായി സംസാരിച്ച ഈ സെയ്ദ് ഇബ്നു സഅലയും ഞങ്ങൾക്ക് രണ്ടാൾക്കും വളരെ ആവശ്യമുള്ള കാര്യങ്ങളില്ലേ ഉമറേ പറയാൻ, നീ ഇത്രയും പ്രകോപിതനായി നിന്നെ വെട്ടിക്കളയും എന്ന് പറഞ്ഞത് എന്തിനാണ് ഉമറേ? സുബ്ഹാനല്ലാഹ്, അവിടുത്തെ വിശാലമായ സ്വഭാവം. എന്നിട്ട് അവിടുന്ന് പറയുകയാണ്, നിനക്ക് പറഞ്ഞുകൂടെ ഉമറേ, ഉമറേ, എനിക്കും ഈ സെയ്ദ് ഇബ്നു സഅലക്കും രണ്ടാൾക്കും ആവശ്യമായത് പറഞ്ഞുകൂടെ? സുബ്ഹാനല്ലാഹ്, അവിടുത്തെ സ്വഭാവം നോക്കി നിങ്ങൾ. ഒന്ന്, അവിടുന്ന് പരസ്പരം ബിസിനസ് നടത്തിയൊരു അപ്പുറത്തും യഹൂദി മതത്തിൽപ്പെട്ട ആളുമായിട്ടാണ്. അവിടത്തേക്ക് വർഗീയതയൊന്നും അവിടുത്തെ ജീവിതത്തിൽ ഇല്ല. ആ ബിസിനസ്സിൽ യഹൂദി മനസ്സിലുള്ള വ്യക്തിക്ക് നേരത്തെ ഒരു വിശ്വാസക്കുറവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചില്ല. പണം പൂർണ്ണമായി കൊടുത്തിട്ടുണ്ട്, വസ്തു പിന്നീട് തന്നാൽ മതി എന്ന് അംഗീകരിച്ചിട്ടുമുണ്ട്. പക്ഷേ കടുത്ത അനീതിയാണ് അദ്ദേഹം ചെയ്തത്. അവധി എത്തുന്നതിന്റെ 2 ദിവസം മുമ്പ് വന്നിട്ട് മാറും പിടിച്ചിട്ട് എന്താടാ പൈസ തരാത്തതെന്ന് ചോദിച്ചാൽ അതിനേക്കാൾ വലിയ അനീതി പിന്നെന്താണ്? അവധി എത്തിയിട്ടില്ലല്ലോ. ആ സമയത്ത്
ഭീഷണിയുടെ ശൈലിയിൽ സംസാരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആ നേതാവിന്റെ പ്രതികരണം അൻതഅമുറനി ബിഹുസ്നിൽ അദാ വതഅമുറുഹു ബിഹുസ്നിൽ തഖാദി. ഉമറേ, നിങ്ങൾ എന്നോട് പറയാ നബിയെ, സംഗതി അവധിയൊന്നായിട്ടില്ലെങ്കിലും അയാൾ വന്ന് ചോദിച്ച സ്ഥിതിക്ക് നമ്മൾ ഇപ്പൊ തന്നെ കൊടുത്തല്ലേ എന്ന് എന്നോട് പറയാം. അയാളോട് നിങ്ങൾ പറയാ ഒരു വസ്തു തരാനുണ്ടെങ്കിൽ അവധി അയാൾ തന്നെ ചോദിക്കേണ്ട ഈ ശൈലിയിലല്ലോ. ഒരു മാന്യതയും മര്യാദയില്ലേ ഒരാൾക്ക് കിട്ടാനുള്ളത് ചോദിക്കുന്നതിന്? അവധി ആകാതെ നിങ്ങൾ ഇത്രയും പ്രകോപനമുണ്ടാക്കുന്ന ശൈലിയിൽ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് അദ്ദേഹത്തോടും കാര്യം പറയുക. അതല്ലേ ഉമറെ ഭീഷണിപ്പെടുത്തുന്നതിനേക്കാൾ നല്ലത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന അനുയായിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം, ഉമർ, ഉമറെ, സയ്യിദ് ഇബ്നു സഅലയും കൂട്ടിയിട്ട് നിങ്ങൾ പോയിക്കോ. ഫഖ്ലിഹി ഹഖ്ഖഹു വസിദഹു 20 സാഅൻ മക്കാന മാ റഅത. കൊടുക്കാനുള്ള ഈത്തപ്പഴം, കൊടുക്കാനുള്ള വസ്തു അത് നിങ്ങൾ കൊടുക്കാനുള്ളതുപോലെ അളന്നു കൊടുക്കുക. അതിന്റെ പുറമെ ഒരു 20 സാഇ കൂടുതലും കൊടുക്കുക. കൊടുക്കാനുള്ളതും കൊടുക്കണതിന്റെ കൂടെ 20 കൂടുതൽ. അതിന് മക്കാനമാറു നിങ്ങൾ വാള് കാണിച്ച് പേടിപ്പിച്ചില്ലേ അയാളാ, അതിന് പകരം ഒരു 20 സായി കൂടുതലും കൊടുത്തോ. ഉമറേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അച്ചടക്കമുള്ള പരിപൂർണമായി നേതൃത്വത്തെ അംഗീകരിക്കുന്ന, നേതൃത്വത്തിൽ വിശ്വസിക്കുന്ന അമാനത്തുള്ള അനുയായിയാണ്. അത്തരം അനുയായി വൃന്ദങ്ങളുള്ള നേതാക്കൾക്ക് മാത്രമേ ലോകത്തൊരു പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ കഴിയൂ. അത്തരം നേതാക്കളിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ നേതാക്കൾ കൊണ്ടുപോകുന്ന പ്രസ്ഥാനത്തെ വിജയിപ്പിക്കാനും കഴിയൂ. അത് നന്നായി അറിയുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ അക്ഷരം അങ്ങോട്ട് പറയാതെ ഈ സയ്യിദ് ഇബ്നു സഅലയെയും കൂട്ടിപ്പോയി അദ്ദേഹത്തിന്റെ അവകാശമായ വസ്തുവും കൊടുത്തു, 20 സാഇ കൂടുതലും കൊടുത്തു. അപ്പോഴാണ് സയ്യിദ് ഇബ്നു സഅല എന്ന പൂർവകാല ഗ്രന്ഥങ്ങളിൽ വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിതൻ പറയുന്നത്, യാ ഉമർ, ഉമറേ, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാറി പിടിച്ച് അവധിയെത്തുന്നതിന് മുമ്പ് വളരെ ഗൗരവത്തോടെ ഞാൻ എന്റെ അവകാശം തരണമെന്ന് പറഞ്ഞത് അത് അനീതിയല്ലേ ഉമറേ? അതെനിക്ക് നന്നായി അറിയാം. പിന്നെ ഞാൻ എന്തിനാണത് ചെയ്തതെന്നറിയോ? കുല്ലു അലാമാത്തിൻ നബുവത്തി ഖദ് അറഫ്തുഹാ ഫീ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന നളർതു ഇലൈഹി ഇല്ല സ്നതൈൻ. ഞാൻ പൂർവകാല ഗ്രന്ഥങ്ങളിൽ നിന്ന് അവസാനം വരുന്ന നബിയുടെ ലക്ഷണങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച ലക്ഷണങ്ങളെല്ലാം അവിടുത്തെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നുണ്ട്, പ്രകടമായി കാണുന്നുണ്ട്. 2 ലക്ഷണങ്ങൾ എനിക്ക് മുഖത്ത് നോക്കിയിട്ടറിയാൻ കഴിയാത്ത ലക്ഷണങ്ങളാണ്. അതെന്താണ് ആ 2 ലക്ഷണങ്ങൾ? യസ്ബിഖു ഹിൽമുഹു ഗളബഹ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹനം അവിടുത്തെ കോപത്തെ മുൻകടക്കുന്ന സഹനമാണ്. കോപിക്കേണ്ട രംഗങ്ങൾ വന്നാൽ തന്നെ നടപടി സ്വീകരിക്കാതെ സഹിക്കുന്ന നേതാവാണ്. രണ്ടാമതായി വല്ലാത്ത ശിദ്ദത്തുൽ ജഹ്ലി അലൈഹി ഇല്ലാ ഹിൽമാ. എത്രത്തോളം വിവരക്കേടി ആ നബിയോട് അങ്ങോട്ട് ചെയ്യുന്നുണ്ടോ അത്രത്തോളം അവിടുത്തെ സഹനം കൂടുതലായിരിക്കും. വിവരക്കേട് ചെയ്യുന്നവർക്ക് കൂടുതൽ വാപ്പ് കൊടുക്കുന്ന ആളായിരിക്കും. അത് പൂർവകാല ഗ്രന്ഥങ്ങളിൽ അവിടുത്തെ വിശേഷണമായി പറഞ്ഞതാണ്. അത് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കലാണ് എന്റെ ലക്ഷ്യം. ഞാനത് ഈ സ്വഭാവത്തിലൂടെ എന്റെ പ്രവർത്തനത്തിലൂടെ പരിശോധിച്ചു.
فأشهدك أني قد رضيت بالله ربا وبالإسلام دينا وبمحمد نبيا. അതുകൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തി പറയട്ടെ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടു, ഇസ്ലാം മതമായി ഞാൻ തൃപ്തിപ്പെട്ടു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ നബിയായി തൃപ്തിപ്പെട്ടു. എനിക്ക് ഒരു വിഷയത്തിലും പരിശോധന ആവശ്യമില്ല. ഇതുപോലൊരു സ്വഭാവമുള്ള നേതാവ് വേറെയില്ല. ولم يجالوا في علم ولا كرم. അതേ തുല്യത, അവിടത്തോട് തുല്യതയുള്ളൊരു വ്യക്തിയും അമ്പിയാക്കളിൽ പോലും ഒരു വിഷയത്തിലുമില്ല, സ്വഭാവത്തിലുമില്ല, സത്യത്തിലുമില്ല. ആ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയമില്ലാത്ത പൂർവകാല ഗ്രന്ഥങ്ങളിൽ വിവരമുള്ള ഒരു വ്യക്തിയും ഇല്ല, പൂർവകാലത്തിന് സമുദായവും ഇല്ല. അതിന് ലോകോൽപ്പത്തി മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവ്, അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 40-ാമത്തെ വയസ്സായതിനു ശേഷം മഹത്വമല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഇവിടെ ഒരു കരിങ്കല്ല് പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ല, ഒരു മരക്കുറ്റി പോലും അങ്ങനെ കരുതുന്നില്ല. പക്ഷേ ആ കരിങ്കല്ല് പോലും കരിങ്കല്ലിനെ പോലും ലജ്ജിപ്പിക്കുന്ന വിധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സിന് മുമ്പ് മഹത്വമില്ലെന്ന് പറയുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് സന്മാർഗത്തിന്റെ വെളിച്ചം നൽകട്ടെ. ഇന്നി ലഅരിഫു ഹജറൻ കാന യുസല്ലിമു അലൈഹി ഖബ്ല അൻ നുബഅത. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, എന്റെ കുട്ടിക്കാലത്ത് എന്നെ കണ്ടാൽ സലാം പറയുന്ന കല്ലുണ്ട്. എനിക്ക് കല്ലിനെ അറിയാം, കല്ലിന് അല്ലാഹുവിന്റെ റസൂലിനെ പരിചയമുണ്ട്. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വയസ്സ് 5. കഅബ ശരീഫിന്റെ നിർമ്മാണം നടക്കുന്നു. അതിന്റെ കല്ലുകൾ വഹിച്ചു കൊണ്ടുപോകുന്ന അറബികൾ കല്ല് ചുമലിൽ വെച്ചിട്ട് ചുമല് വേദനയാകാതിരിക്കാൻ ഉടുത്ത തുണി അഴിച്ചിട്ട് തെരുക വെക്കുന്നു. അന്നത്തെ സംസ്കാരമാണത്. പക്ഷേ ചെറുപ്പക്കാരനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് തയ്യാറല്ല. അവിടുന്ന് വളരുന്നത് സാധാരണ മനുഷ്യനായിട്ടല്ല, ഏറ്റവും വലിയ സംസ്കാരത്തോടുകൂടെയാണ്. പിതൃ സഹോദരൻ അബ്ബാസ് വരുന്നു, വന്നിട്ട് പറയുന്നു, മകനെ തുണി അഴിച്ച് തരൂ, നിങ്ങളുടെ ആ ചുമലിൽ അടയാളം വരാതിരിക്കാൻ തയ്യാറില്ല. പിതൃ സഹോദരനല്ലേ മകന്റെ തുണി അഴിക്കാൻ നിർബന്ധിച്ച് തുണി അഴിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്ക് അതാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് 40-ാമത്തെ വയസ്സിൽ മറ്റുള്ളവരെ ക്ഷണിക്കാൻ അധികാരമുള്ള നുബുവത്ത്, അനുബുവത്ത് ലഭിച്ചിട്ടില്ല. മറ്റൊരു നുബുവത്ത് ആത്മീയ ലോകത്ത് ലഭിച്ചത് ഇന്നലെ നാം പറഞ്ഞിട്ടുണ്ട്. അവിടുന്നതാ ബോധരഹിതനായി വീഴുന്നു. തുണി നീങ്ങുമ്പോഴേക്ക് ബോധരഹിതനായി വീഴുന്നു. ഉടനെ തുണി കൊണ്ട് മറക്കുന്നു, ബോധം തിരിച്ചു കിട്ടുന്നു. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, കുട്ടിക്കാലം മുതലേ മറ്റുള്ളവരെ പോലെയല്ല. എന്നാൽ കുട്ടിക്കാലത്തിന് മുമ്പോ അതും മറ്റുള്ളവരെ പോലെയല്ല. അതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത്. പരിശുദ്ധ ഖുർആൻ അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഖുർആൻ പറയുന്നു, ഖുൽ ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അദ്റാകും ബിഹി ഫഖദ് ലബിസ്തു ഫീകും ഉമറൻ മിൻ ഖബ്ലിഹി അഫലാ തഖിലൂൻ.
അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം അംഗീകരിക്കാത്ത സത്യനിഷേധികളോട് പറയൂ നബിയേ, അല്ലാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ ഞാൻ ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് ഓടിത്തരികയില്ല, എനിക്കതറിയാനും കഴിയില്ല. അതൊക്കെ എന്റെ റബ്ബെനിക്ക് തന്ന അനുഗ്രഹങ്ങളാണ്. ഫഖദ് ലബിസ്തു ഫീകും അംറൻ മിൻ ഖബ്ലിഹി, അതിനു മുമ്പ് ഞാനൊരുപാട് കാലം നിങ്ങളിൽ നിശ്ചയം ജീവിച്ചില്ലേ. അഫലാ തഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധിയില്ല സമൂഹമേ. എന്റെ കഴിഞ്ഞുപോയ ജീവിതത്തിൽ വല്ല ന്യൂനതയും നിങ്ങൾ കണ്ടിരുന്നോ? എനിക്ക് 40 വയസ്സിന് മുമ്പുള്ള ജീവിതത്തിൽ വല്ല തകരാറും കണ്ടിരുന്നോ? വല്ല ന്യൂനതയും കണ്ടിരുന്നോ? ആ കാലഘട്ടം തന്നെ അൽ അമീൻ, അൽ അമീൻ, ലോകത്ത് അറിയപ്പെട്ട പരിപൂർണ വിശ്വസ്തൻ എന്ന പേര് നൽകപ്പെട്ടവരല്ലേ. സുബ്ഹാനല്ലാഹ്, എല്ലാവർക്കും പരിചയമുള്ള നബി ആ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ ശരീരം സാധാരണയല്ല. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നീട്ടി സംസാരിക്കുന്നില്ല. മുഖത്തുകൂടി സൂര്യനിങ്ങനെ കറങ്ങുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നും. അങ്ങനെയുള്ള പ്രശോഭിതമായ മുഖം. സുബ്ഹാനല്ലാഹ്, ഉമ്മു ഹസൻ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ ഭർത്താവിന് 4 ഭാര്യമാർ. 4 ഭാര്യമാർ. അങ്ങനെ വിവാഹം കഴിക്കാൻ ആവശ്യമുള്ള അനിവാര്യതയുള്ള ആളുകൾ 4 വിവാഹം കഴിക്കാം. ഇസ്ലാം വരുന്നതിന് മുമ്പ് എത്രയും കഴിക്കാമായിരുന്നു. ഒരു പരിധി വെച്ച് പരിശുദ്ധ ഇസ്ലാം 4 വിവാഹം കഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ എന്തൊരു 4 വിവാഹം കഴിക്കണം എന്നല്ല. ആശുപത്രിയുടെ ചുമരുമലി ഇവിടെ തുപ്പുകാൻ കഴിയാൽ എന്തൊരു തുപ്പണമെന്നല്ല. ഇത് തുപ്പല് നിർബന്ധമാണെങ്കിൽ ഇവിടെ തുപ്പാവൂന്നാണ്, അല്ലാതെ ചുമരുമ തുപ്പണമെന്നല്ല. പിന്നെ ചുമരുമ്മൽ ഇവിടെ തുപ്പാൻ എഴുതിയാൽ അതിന്റെ അർത്ഥം ചുമരുമ തുപ്പണമെന്നല്ല, തൊട്ടടുത്തുള്ള ചട്ടി തുപ്പണമെന്നാണ്. പിന്നെ ചിലര് വാചകത്തിന്റെ അർത്ഥം മാത്രം നോക്കി നടക്കേണ്ടവരുണ്ടാവും. അവർ ചിലപ്പോൾ ചുമരുമ തുപ്പിയിട്ടും വരും. മുമ്പുള്ള ആളുകൾക്ക് എങ്ങനെ തുപ്പിയെന്ന് നോക്കണം. ഈ ആസ്പത്രി ഉണ്ടാക്കിയത് മുതൽ ഇന്നുവരെയുള്ള ആളുകൾ ഇവിടെ തുപ്പുകാൻ എഴുതിയത് കണ്ടിട്ട് എവിടെയാണ് ഇവരെയുള്ള ആളുകൾക്ക് തുപ്പിയെന്ന് നോക്കണം, എന്നിട്ട് തുപ്പണം. അല്ലാതെ ഇവിടെ തുപ്പുകാൻ എഴുതിയിട്ടുള്ളതോട് ഇവരെ തുപ്പിയൊന്നും നമ്മൾ നോക്കണം. നമ്മൾ ചുമരുമ്പ തന്നെ തുപ്പുക എന്ന് പറയുന്ന സിദ്ധാന്തക്കാരാകരുത്. ഈ ആസ്പത്രി ഉണ്ടാക്കി അന്ന് മുതൽ എല്ലാവരും ഇവിടെ തുപ്പിയെന്ന് നോക്കിയിട്ട് തുപ്പണം. ഇരിക്കട്ടെ, അതാണ് ബുദ്ധി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലത്ത് ജീവിച്ച ഉമ്മു ഹസൻ ബീവി പറയാൻ, 4 ഭാര്യമാരുടെ ഭർത്താവിന് 4 മത്സരിച്ച് അത്തറ് വരത്തു. എന്തിന്? ആരത്ര ഉഷാറാവുക? പക്ഷേ ഒരിക്കലും ഭർത്താവ് അത്തറ് വരത്തൂല. പക്ഷെ എപ്പോ നോക്കിയാലും ഭർത്താവിന് ഏറ്റവും നല്ല അത്തറിന്റെ മണമാണ്. ഞങ്ങൾ ഭാര്യമാര് ചർച്ച ചെയ്തു, ഒരിക്കലും അത്തറ് വെട്ടുന്നത് കാണില്ല. എന്തൊപ്പം ഇങ്ങനെ നമ്മളത്രയൊക്കെ പിന്നോട്ട് പോയല്ലോ. ഒരു ദിവസം ഞാൻ ചോദിച്ചു, എന്താണ് ഒരിക്കലും അത്തറ് വെട്ടാത്തത് നിങ്ങൾക്ക് ഇത്ര വലിയ മണം? അപ്പോഴാ പറഞ്ഞത്, എന്റെ ശരീരത്തിന് ഒരു ചൊറി, ഒരു രോഗമുണ്ടായി. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവലാതി പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, ഔറത്ത് മറക്കാനുള്ള തലമൊഴിച്ച് ബാക്കിയുള്ള ഷർട്ടും ഒക്കെ അഴിക്കണം എന്ന് പറഞ്ഞു. ശരീരത്തിലുള്ള വസ്ത്രങ്ങളൊക്കെ അഴിച്ചു, ഔറത്ത് മാത്രം മറച്ചു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നതിന് ശേഷം അവിടുത്തെ സറഫാക്കപ്പെട്ട കൈകൊണ്ട് മേലതിന് താഴോളമൊന്ന് തടകി. രോഗം അതോടെ മാറിപ്പോയി എന്ന് മാത്രമല്ല, അന്ന് മുതൽ എന്റെ ശരീരത്തിന് സുഗന്ധമാണ്. ഒരത്തറും പുരട്ടേണ്ടതില്ല. ശരീരം അങ്ങനെയാണ്. അവിടുത്തേക്ക് ഏറ്റവും നല്ല സുഗന്ധമാണ്. അല്ലാഹുവിന്റെ റസൂല് നടന്ന വഴിയിലൊക്കെ സുഗന്ധമാണ്.
അവിടുത്തെ വിയർപ്പ് തന്നെ ഏറ്റവും നല്ല സുഗന്ധമാണ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാരെ, ആ പവിത്രമായ ശരീരം ഭൂമിയിലേക്ക് വരുമ്പോൾ അത് വന്ന റൂട്ടുണ്ടല്ലോ, പിതാക്കളുടെയും മാതാക്കളുടെയും പരമ്പര, അതും പരിശുദ്ധം തന്നെ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് വന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാനൊന്ന് അവിടുത്തെ മദ്ഹ് പാടട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുത്തു. ആ സമ്മതം കൊടുത്ത സമയത്ത് ചൊല്ലിയതാണ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഴം പറിച്ച് സ്വർഗത്തിൽ ഇല പറിച്ചു പൊട്ടുന്ന സമയമില്ല നബിയെ, അന്ന് തങ്ങളവിടെ തണലിലുണ്ടല്ലോ നബിയെ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കപ്പൽ നങ്കൂരമിട്ടിരുന്ന സമയത്ത്, ആ കപ്പൽ യാത്ര ചെയ്യുന്ന സമയത്ത്, അതേ സത്യനിഷേധികൾ മുങ്ങിമരിക്കുന്ന സമയത്ത് അവിടുന്ന് കപ്പലിലുണ്ടല്ലോ നബിയേ. അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലുമുള്ള നല്ലവരായ ആളുകൾ മുഖേന അവിടുന്ന് നീങ്ങി വന്നല്ലോ നബിയേ. ഉയർന്നു കിടക്കുന്ന പർവ്വതം പോലെ ഉന്നതമായ പദവിയിലുള്ള ഉമ്മ മുദിരിക്കയുടെ അതേ ഗർഭാശയത്തിലേക്ക് തങ്ങൾ വന്നല്ലോ നബിയേ. അത് ബറക്കത്തുള്ള അഫിലല്ലേ നബിയേ. وأنت لما ولدت أشرقت الأرض وضاءت بنورك الأفق. അവിടുന്ന് പ്രസവിക്കപ്പെട്ടപ്പോൾ ലോകമൊട്ടാകെ പ്രകാശിച്ചില്ലേ നബിയേ. നല്ലവരായ മാതാപിതാക്കൾ മുഖേന സുബ്ഹാനല്ലാഹ് ലോകത്തേക്ക് വന്ന മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനധികം പറയണം, വതഖല്ലുബക ഫിസ്സാജിദീൻ എന്ന ആയത്തിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ ഉള്ള തഫ്സീർ ഇമാം ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് സിഫായിൽ എടുത്ത് ഉദ്ധരിച്ചത് കാണാം. മിൻ നബിയിൻ ഇലാ നബിയിൻ ഹത്താ അഖ്റജതുക നബിയൻ. നബിമാര് മുഖേന അവിടുന്ന് മാറി മാറി വന്നു നബിയേ. അക്കൂട്ടത്തിൽ നബിമാരല്ലാത്ത ചിലരുണ്ടായിട്ടുണ്ട്. അവരുടെ കാര്യവും അതാ അവിടുത്തെ ഹദീസിൽ തന്നെ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെ അതാ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറയുന്നു, ബുഇസ്തു ഫീ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനൻ ഫഖർന ഹത്താ കുന്തു മിനൽ ഖർനി അല്ലദീ കുന്തു ഫീ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽക്ക് ഏറ്റവും നല്ല സമൂഹത്തിലായി ഞാനിങ്ങനെ നീങ്ങി വന്നു. അങ്ങനെ ഞാൻ ജനിച്ച സമൂഹത്തിൽ ഞാൻ എത്തിച്ചേർന്നു. ഞാൻ ജനിച്ച മാതാപിതാക്കളിൽ ഞാൻ എത്തിച്ചേർന്നു. അത് ബുഖാരിയുടെ റിപ്പോർട്ടാണെങ്കിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇന്നല്ലാഹ അസ്തഫാ കിനാനക മിൻ വലദി ഇസ്മാഈൽ. ഇസ്മായിൽ നബിയുടെ സന്താന പരമ്പരയിൽ കിനാനത്തിനെ അല്ലാഹു തെരഞ്ഞെടുത്തു. വസ്തഫാ ഖുറൈശൻ മിൻ കിനാന. കിനാനയിൽ നിന്ന് ഖുറൈശിനെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ഖുറൈശിൻ ബനി ഹാശിം. ഖുറൈശിൽ നിന്ന് ബനൂ ഹാശിമിനെ തെരഞ്ഞെടുത്തു. വസ്തഫാ മിൻ ബനി ഹാശിം. ബനൂ ഹാശിമിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു.
അതിനെ സെലക്ട് ചെയ്യപ്പെട്ടവരിൽ നിന്ന് സെലക്ട് ചെയ്ത് വന്ന ആളാണ് ഞാൻ. നാം തിരുമതി റളിയല്ലാഹുവിന്റെ റിപ്പോർട്ട് കണ്ടോ? ഇന്നല്ലാഹ ഖലഖൽ ഖൽഖ, അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചു. ഫജഅലനീ മിൻ ഖൈരി ഫിറഖിഹിം, അതിലേറ്റവും നല്ല ഉത്തമ സമൂഹത്തിൽ എന്നെ അല്ലാഹി. സുമ്മ തഖയ്യറൽ ഖബായില, പിന്നെ ഗോത്രങ്ങളെ അല്ലാഹു തെരഞ്ഞെടുത്തു. ഫജഅലനീ ഫീ ഖൈരി ഖബീലത്തിൻ, എന്നിട്ട് ഏറ്റവും ഉത്തമമായ ഖബീലയിൽ എന്നെ അല്ലാഹു ആക്കി. സുമ്മ തഖയ്യറൽ ബുയൂത്ത്, പിന്നീട് അല്ലാഹു തആല അഫ്ലിനെ, വീടുകളെ അഥവാ കുടുംബങ്ങളെ, അടിസ്ഥാനപരമായ ബാപ്പ ഉമ്മമാരെ അല്ല തെരഞ്ഞെടുത്തു. വജഅലനീ ഫീ ഖൈരി ബുയൂത്തിഹിം, അങ്ങനെ ഏറ്റവും നല്ല കുടുംബത്തിൽ അല്ല എന്നെ നിശ്ചയിച്ചു. ഫഅന ഖൈറുഹും നഫ്സൻ, ഞാനപ്പോൾ ശരീരം കൊണ്ട് എല്ലാവരെക്കാളും ഉത്തമനാണ്. വഖൈറുഹും ബൈത്തൻ, കുടുംബം കൊണ്ടും ഞാൻ ഏറ്റവും ഉത്തമൻ തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ വഖൈറുഹും ബൈത്തൻ എന്ന വാക്കിന്റെ അർത്ഥം നല്ല മാർബിൾ പതിച്ച വീട്ടിലാണെന്നല്ലേ മുതഅല്ലിമീങ്ങളെ, ഗ്രാനൈറ്റ് പതിച്ച വീട്ടിലാണെന്നല്ല. ഐ അസ്ലൻ, ഇമാം ഇബ്നു ഹജർ തങ്ങൾ അർത്ഥം പറഞ്ഞത് കാണാം. ഐ അസ്ലൻ, മാതാപിതാക്കൾ ഏറ്റവും ഖൈറായവരായി എന്നെ അല്ലാഹു തെരഞ്ഞെടുത്തു. തുല്യതയില്ലാത്ത നേതാവ്. വേറെയും ഒരുപാട് ഹദീസുകളുണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും തിരുമദിയിലും തബറാനിയിലും അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാതാപിതാക്കളെ സംബന്ധിച്ച് മഹാനായ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ വിശദീകരിക്കുന്നത് കണ്ടോ നിങ്ങൾ? മഹാനവറുകൾ അതാ വിശദീകരിച്ച് രേഖപ്പെടുത്തുകയാണ്. അതെ, ഇന്നല്ലാഹ ഇഖ്താറൽ ഖൽഖ ഫഖ്താറ മിൻഹും ബനീ ആദം സുമ്മ ഇഖ്താറ ബനീ ആദം ഫഖ്താറ മിൻഹുൽ അറബ് സുമ്മ ഇഖ്താറനീ മിനൽ അറബ് ഫലമ്മ സൽ ഖിയാറൻ മിൻ ഖിയാർ അലാ മൻ അഹബ്ബൽ അറബ ഫബിഹുബ്ബി അഹബ്ബഹും വമൻ അബ്ഗദൽ അറബ ഫബിബുഗ്ളി അബ്ഗദഹും. എന്നെ തെരഞ്ഞെടുത്ത് അല്ലാഹു തആല അറബികളിൽ എന്നെ നിശ്ചയിച്ചു. അറബികളിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരിൽ ഏറ്റവും നല്ലവരിൽ നിശ്ചയിച്ചു. ഇത്തരം അർത്ഥം വരുന്ന ഹദീസുകൾ വിവരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവസാനം പറയുന്നത് എന്താണെന്നറിയോ? അന്നൽ ഹദീസ, നിശ്ചയമായും ഹദീസുകൾ മുസർരിഹത്തുൻ, അത് ഒരു സംശയത്തിനും അവകാശമില്ലാതെ വ്യക്തമായി പറയുന്നതാണ്. ലഫ്ളൻ, വാചകം തന്നെ വ്യക്തമായി പറയുന്നു. ഫീ അക്സരിഹി, പലതിലും. വമഅനൻ ഫീ കുല്ലിഹി, എല്ലാ ഹദീസിന്റെ അർത്ഥത്തിലും ആന്തരികാർത്ഥത്തിലും പഠിപ്പിക്കുന്നു. അന്ന ആബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വൈറൽ അംബിയാ, നബിയുടെ പിതാക്കളുണ്ടല്ലോ, അംബിയാക്കളല്ലാത്ത പിതാക്കൾ. ഉമ്മഹാതിഹി, ആ നബിയുടെ മാതാക്കളുണ്ടല്ലോ, ഇലാ ആദം വ ഹവ്വ, ആദം നബി വരെ ഹവ്വാ നബി വരെ. ലൈസ ഫീഹിം കാഫിർ, അതിലൊരൊറ്റ സത്യനിഷേധിയുമില്ല, അതിലൊരു കാഫിറുമില്ല, അതിലൊരു സത്യനിഷേധിയുമില്ല. അന്നൽ കാഫിറ, എന്തുകൊണ്ട് സത്യനിഷേധിയായ വ്യക്തി ലാ യുഖാലു ഫീഹ തഹിയന്നഹു മുഖ്താറുൻ വലാ കരീബുൻ വലാ താഹിറുൻ. ഹദീസിൽ പറഞ്ഞില്ലേ, ആ മുൻഗാമികളൊക്കെ മുഖ്താറാണെന്ന് പറഞ്ഞില്ലേ, കരീമാണെന്ന് പറഞ്ഞില്ലേ, താഹിറാണെന്ന് പറഞ്ഞില്ലേ, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, മഹാന്മാരാണ്, പരിശുദ്ധരാണെന്ന് ഹദീസിൽ പറഞ്ഞില്ലേ. അവിടുത്തെ മാതാപിതാക്കളെ കുറിച്ച് ബൽ, അതെ, ഒരിക്കലും തന്നെ സത്യനിഷേധികളെ കുറിച്ചത് പറയില്ല. ബൽ നജസുൻ, സത്യനിഷേധികളെ കുറിച്ച് പറയുക നജസെന്നാണ്, മ്ലേച്ഛമെന്നാണ്. കമാഫിയായത്തി ഇന്നമൽ മുശ്രികൂന നജസുൻ, ഖുർആൻ പറഞ്ഞില്ലേ, സത്യനിഷേധികൾ നജസാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ടൊരിക്കലും തന്നെ അതാ ഹദീസിൽ വന്ന ഈ വാചകം അത് സത്യനിഷേധികളെ സംബന്ധിച്ച് പറയില്ല. സഹോദരന്മാരെ, ഇത് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, وقد صرحت الاحاديث السابقه بانهم مختارون, ആ മാതാപിതാക്കളൊക്കെ സെലക്ട് ചെയ്യപ്പെട്ട മഹാന്മാരാണെന്ന് ഹദീസ് പറഞ്ഞില്ലേ. വന്നൽ ആബാ കിറാമുൻ, അവിടുത്തെ പിതാക്കൾ മഹാന്മാരാണെന്ന് ഹദീസിൽ പറഞ്ഞില്ലേ.
വല്ലുമ്മഹാത്തി മുതഹ്ഹറാത്തുൻ, മാതാക്കൾ പരിശുദ്ധരാണെന്ന് പറഞ്ഞില്ലേ? ഒരു തെളിവ്, ഹദീസുകൾ തെളിവ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ അവരിൽ ഒരൊറ്റ അവിശ്വാസിയും സത്യനിഷേധിയുമില്ലെന്നതിന് വ്യക്തമായി പഠിപ്പിക്കുന്ന ഹദീസുകൾ തെളിവ്. അത് പേരോടിന്റെ കണ്ടുപിടുത്തമല്ല. ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹുവിന്റെ ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, മഹാനവരുകളെ കണ്ടുപിടുത്തമല്ല, മർഹൂം കന്യത്ത് ഉസ്താദിന്റെ കണ്ടുപിടുത്തമല്ല. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പഠിപ്പിച്ചതാണെന്ന് ഇമാം ഇബ്നു ഹജർ തങ്ങളാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നു, അയളൻ ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? ഫഹും ഇലാ ഇസ്മാഈല ഖാലൂ മിൻ അഹ്ലിൽ ഫത്റ. ഇസ്മാഈൽ നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുൻഗാമികളൊക്കെ അഹ്ലുൽ ഫത്രത്താണ്. അതായത് അമ്പിയാക്കൾ വരാത്ത കാലത്ത് ജീവിച്ചിട്ടുള്ളവരാണ്. വഹും ഫീ ഹുക്മിൽ മുസ്ലിമീന ബിനഫ്സിൽ ആയ. ആയത്ത് തെളിവാണ്, അവർ മുസ്ലിമീങ്ങളുടെ വിധിയിലാണ്. പരിശുദ്ധ ഖുർആൻ തെളിവാണ്. വകദാന ഇബ്രാഹിം ഇലാ ആദം, ഇബ്രാഹിം മുതൽ ആദം നബി അലൈഹി ഇസ്ലാം വരെയും അങ്ങനെ തന്നെ. വകദാ ബൈന കുല്ലി റസൂലൈൻ, ഓരോ രണ്ട് റസൂലിന്റെയും ഇടയ്ക്ക് വന്ന പത്രത്തിന്റെ ആളുകളൊക്കെ അങ്ങനെ തന്നെ. വഅയ്വൻ, കൂടാതെ അല്ലാഹു പറഞ്ഞിട്ടുണ്ടല്ലോ, വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്ന മഹാന്മാരിലൂടെ അവിടുന്ന് മറിഞ്ഞു വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അലാ അഹദി തഫാസീരി ഫീഹി, അതിൽ വന്ന തഫ്സീറുകളിൽ ഒരു തഫ്സീർ അനുസരിച്ച് അന്നൽ മുറാദ തനഖല നൂറുഹു മിൻ സാജിദിൻ ഇലാ സാജിദ്. وحينئذ فهذا صريح في أن أبوي النبي صلى الله عليه وسلم آمن وعبد الله من أهل الجنة لأنهما أقرب المختارين له. ഇത് വ്യക്തമായ തെളിവാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പ അബ്ദുള്ളയും ഉമ്മ ആമിനയും സ്വർഗ്ഗക്കാരാണെന്നതിന് ഖുർആനും ഹദീസും തെളിവാണ് ജനങ്ങളെ. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മാതാപിതാക്കളും പരിശുദ്ധന്മാർ. ഇനി അതിലിപ്പാർക്കോ സംശയമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് പത്രത്തിന്റെ കാലായിരുന്നു എന്നൊരു തർക്കമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ ജനിച്ചിരുന്ന പ്രദേശങ്ങളിൽ അന്ന് പത്രത്തുണ്ടായിരുന്നില്ല. അന്ന് മുമ്പ് കാലത്തുള്ള അമ്പിയാക്കളുടെ ആശയമനുസരിച്ച് ജീവിച്ചിരുന്ന കാലമാണ് എന്ന് പറയാൻ വകുപ്പുണ്ടോ? പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്കറിയാം അതിന് വകുപ്പില്ല. കാരണം ഖുർആൻ വ്യക്തമായി പറഞ്ഞതാണ്, യാ അഹ്ലൽ കിതാബ് ഖദ് ജാഅക്കും റസൂലുനാ യുബയ്യിനു ലക്കും അലാ ഫത്രത്തിൻ മിനർ റുസുൽ അൻ തഖൂലൂ മാ ജാഅനാ മിൻ ബശീരിൻ വലാ നദീർ. പ്രവാചകന്മാർ ഇല്ലാതെയായ ഒരു കാലഘട്ടത്തിലാണ്. 600ഓളം കൊല്ലം ചരിത്രം രേഖപ്പെടുത്തുന്നു പ്രവാചകന്മാരുണ്ടായിട്ടില്ല. ആ കാലഘട്ടത്തിലാണ്, പത്രത്തിന്റെ കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയും ഉമ്മയും പത്രത്തിന്റെ കാലഘട്ടത്തിലുള്ളവരാണ്. പരിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി വേറെ സ്ഥലത്ത് പറയുന്നു, ലിതുൻദിറ ഖൗമൻ മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. ഓ നബിയെ, തങ്ങൾ താക്കീത് ചെയ്യുന്ന ജനങ്ങളുടെ പിതാക്കൾ അവർക്കൊരു താക്കീത് നൽകപ്പെടുന്ന സംഭവം ഉണ്ടായിട്ടില്ല. അവർ പത്രത്തിന്റെ കാലത്താണ്. ലിതുൻദിറ ഖൗമൻ മാ അതാഹും മിൻ നബിയ്യിൻ മിൻ ഖബ്ലിക ലഅല്ലഹും യഹ്തദൂൻ. ആദ്യത്തെ സൂറത്ത് യാസീൻ, രണ്ടാമത്തേത് അൽ ഇസ്ലാമിൻ തൻസീൽ സജദ. ആ അമ്പിയാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകൾക്ക് താക്കീത് ചെയ്യുന്നൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ വന്നവർ നരകത്തിലാണെന്ന് വിധിക്കാൻ പറ്റുമോ? അവർ അവിശ്വാസികളാണ്, സത്യനിഷേധികളാണെന്ന് പ്രഖ്യാപിക്കാൻ പറ്റുമോ? പറ്റില്ലെന്നാണ് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നത്. പറ്റില്ലെന്നാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇമാം സയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്. അങ്ങനെയാണ് പണ്ഡിതന്മാർ വിവരിക്കുന്നത്. അത് തന്നെയാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ അത് വിശദീകരിച്ചുകൊണ്ട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. സൂറത്തുൽ ഇസ്രാഇന്റെ 15ാമത്തെ സൂക്തത്തിൽ അല്ലാഹു പറയുന്നു, ഓ നബിയേ, വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ. റസൂലിനെ പറഞ്ഞേക്കുന്നത് വരെ നമ്മൾ ആരെയും ശിക്ഷിക്കൂല നബിയേ. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് 600ഓളം കൊല്ലം പ്രവാചകന്മാര് വന്നിട്ടില്ല. പത്രത്താണ് ആ കാലഘട്ടത്തിലുള്ള ജനങ്ങൾ
നിങ്ങളെ ശിക്ഷിക്കുകയില്ലെന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാവും മാതാവും നരകത്തിലാണെന്ന് പറയുന്നവരില്ലേ, അവിശ്വാസികളാണെന്ന് വിധിക്കുന്നവരില്ലേ, അല്ലാഹുവിന്റെ റസൂലിനെ നെഞ്ഞത്ത് കുത്തുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിപ്പിക്കുന്നവർ, അവിടുത്തെ ഉമ്മത്തിനെ വേദനിപ്പിക്കുന്നവർ, അല്ലാഹുവിന്റെ റസൂലിന്റെ ദീനുമായി ഏറ്റവും അകന്നുപോയ ദൗർഭാഗ്യമുള്ളവർ തന്നെ. ഒരിക്കലും അതാ പരിശുദ്ധ ഖുർആനിനെതിരെ ഹദീസ് ഉണ്ടാകൂല, ഹദീസുകൾ പരസ്പരം വിരുദ്ധമാകൂല. അതുകൊണ്ട് തന്നെ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഇന്ന അബീ വ അബാക ഫിന്നാർ എന്നൊരു ഹദീസിലുണ്ടല്ലോ. ആ ഹദീസിന്റെ വ്യാഖ്യാനം എന്താണ്? അത് ഖുർആനിനെതിരാകാൻ നിവൃത്തിയില്ലല്ലോ, മറ്റ് ഹദീസുകൾക്ക് എതിരാകാൻ നിവൃത്തിയില്ലല്ലോ. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ആ ഹദീസിന്റെ അർത്ഥം എന്റെ പിതൃ സഹോദരനായ അബൂലഹബ് നരകത്തിലാണെന്നാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിതൃ സഹോദരന്മാർക്ക് അബ് എന്ന പ്രയോഗം വേറെയും പല സ്ഥലത്തും പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഇസ്മാഈൽ അലൈഹിസ്സലാമിന്റെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിന്റെയും ഒക്കെ പേര് പറയുന്ന സമയത്ത് അതേ നിങ്ങൾക്ക് കാണാം, മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സന്താനങ്ങൾ അവർ പറയുന്ന സ്ഥലത്തും എടുത്തു പറഞ്ഞിട്ടുണ്ട്, ബാപ്പയുടെ സഹോദരനായ ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ ആബായിക ഇസ്മാഈൽ വ ഇസ്ഹാഖ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അബ് കൊണ്ട് ഉദ്ദേശം ഇസ്മാഈൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം പിതൃ സഹോദരനാണ്. അപ്പൊ പിതൃ സഹോദരന് ബാപ്പ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മലയാളത്തിലും മൂത്താപ്പ എളാപ്പ തുടങ്ങിയവരെ പറ്റി ബാപ്പ എന്ന് പറയാറുണ്ട്. അതുപോലെ ഇന്ന് അബീബാബാക്ക പിന്നാർ അബൂലഹബ് നരകത്തിലാണ്, അല്ലെങ്കിൽ അബൂ താലിബ് അദ്ദേഹം നരകത്തിൽ കടക്കുന്നുണ്ട്. നരകത്തിൽ 2 ഷൂ അദ്ദേഹത്തിന് നൽകപ്പെടുന്നുണ്ട്, തീക്കട്ട കൊണ്ടുള്ള ഷൂ. അദ്ദേഹം ഷഹാദത്ത് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാത്തതിന്റെ പേരിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് അബു എന്ന പ്രയോഗം, അല്ലാതെ സ്വന്തം പിതാവായ അബ്ദുള്ളയെ കുറിച്ച് പറഞ്ഞതല്ല എന്ന് ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ആയത്തുകൾ എടുത്തുദ്ധരിച്ചുകൊണ്ട് വിവരിക്കുകയാണ്. അപ്പോൾ ആയത്തിനും ഹദീസിനും ശരിയായ വ്യാഖ്യാനം പഠിച്ച പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട്. ഞാനതിലേക്ക് വിശദമായി ഇനിയും കിടന്ന് സംസാരിക്കുന്നില്ല, ഞാനൊരു സൂചനയ്ക്ക് വേണ്ടി മാത്രം പറഞ്ഞതാണ്. നിങ്ങൾ ഓർക്കണം സഹോദരന്മാര്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാക്കളും പിതാക്കളും അവരും വലിയ മഹാന്മാരും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തവരും തന്നെ. മാമലത്ത് ഫത്രത്തും മിനർ റസൂലില്ലാ ബശറത്ത് ഖൗമാദികൽ അംബിയാഉ. സർവ അംബിയാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് മുന്നറിയിപ്പും സത്യാദേ ബോധനവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല ലം തസൽ ഫീ ലമാഇരിൽ കൗനി തുഖ്തഅറു ലകല്ലുമ്മഹാതു വല്ലാബാഉ. ഹംസിൽ മഹാനായ ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞില്ലേ, മാതാപിതാക്കളും തെരഞ്ഞെടുക്കപ്പെട്ട നിലയ്ക്ക് അങ്ങേക്ക് അല്ലാഹു തന്നിട്ടുണ്ട് നബിയേ. ഏത് വിഷയത്തിലും ഒന്നാമെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, എല്ലാ വിഷയത്തിലും ബഹുമാനമുള്ളവർ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും. ഇവർക്കൊരു സംശയം, പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആസറിനോട് സംസാരിച്ചതുണ്ട്. അവിടെ അബീഹി ആസറ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയും ഇമാം ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അവിടെയും അബീഹി എന്ന് ഉപയോഗിച്ചത് പിതൃ സഹോദരനെ സംബന്ധിച്ചാണ്, പിതാവിനെ കുറിച്ചല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിതാവ് താറഹ് എന്ന് പേരുള്ള ആളാണ് എന്നതിൽ അഹ്ലു കിതാബ് ഇജ്മാ ആണ്. അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാക്കൾ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അബ്ദുള്ള വരെ ഒരു സത്യനിഷേധിയും ഇല്ല എന്നാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്ന് ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ആ വിഷയം പറയാൻ വേണ്ടി മാത്രം 3 ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഇമാം ശുയൂത്തി റളിയല്ലാഹു അൻഹു.
അല്ലാഹുവിന്റെ റസൂലിന്റെ മാതാപിതാക്കൾ വിജയികളാണ് എന്നത് പറയാൻ വേണ്ടി മാത്രം എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹത്വമുണ്ടാക്കുന്ന വാചകങ്ങളല്ലാതെ മറ്റൊരു വാചകം നമ്മുടെ നാവിൽ നിന്ന് സംഭവിക്കുകയോ അങ്ങനെ ഒരു വാചകം പറയുന്നവരുമായി നമുക്ക് ആത്മീയ ബന്ധമുണ്ടാവുകയോ ചെയ്യാൻ വകുപ്പില്ല എന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുന്നു. ഇത് നീട്ടി സംസാരിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, ഇബ്നു തൈമിയ്യ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് എന്ന് പലരും പറയുന്ന പണ്ഡിതൻ, ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഫതാവ അദ്ദേഹം തന്നെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എടുത്തു ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നി അബ്ദുല്ലാഹി ഖാതിമുൻ നബിയ്യീൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമ അബ്ദുല്ലാ എന്ന് പേരുണ്ട്. ഖാതിമുൻ നബിയ്യീൻ, സർവ്വ നബിമാർക്കും അവസാനം വന്ന വ്യക്തി. വഇന്ന ആദമ ലമുൻജദിലുൻ ഫീ തീനതിഹി, ആദം നബി കളിമണ്ണിലുള്ള സമയത്ത് തന്നെ ഞാൻ നബിയാണ്, ഞാൻ അവസാനത്തെ നബിയായി അവരോധിക്കപ്പെട്ട ആളാണ്. വസനഉനബ്ബിഉകും ബിഅവ്വലി ദാലിക, ഞാൻ അതിന്റെ തുടക്കത്തിൽ ചില സംഗതികൾ നിങ്ങളോട് പറയട്ടെ. ദഅവത്തു ഇബ്രാഹിം, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് ഞാൻ വരാനാണ്. വബിശഅറത്തു ഈസാ, ഈസാ നബി സന്തോഷം പറഞ്ഞത് എന്റെ വരവിനെ കുറിച്ചാണ്. വറവിയാ ഉമ്മീ, എന്റെ ഉമ്മ സ്വപ്നം കണ്ടതും എന്നെ കുറിച്ചാണ്. അതിങ്ങനെ വളരെ മുന്നേ തന്നെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തുല്യതയില്ലാത്ത നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്, ഞാൻ ഒറ്റ സംഭവം പറഞ്ഞ് എന്റെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരെ എഴുന്നേറ്റ് നിൽക്കണം. അതേ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പോൾ ഖബറിൽ കിടക്കുന്നു. പക്ഷേ തർക്കമില്ല, ലോകത്തൊരു പണ്ഡിതനും തർക്കമില്ല, അവിടുന്ന് ഹയാത്തിൽ തന്നെ, ആ ഹയാത്തിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ അവിടുത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തി. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഓ ജനങ്ങളെ, ലഖദ് ജാഅകും, നിശ്ചയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി വന്നതാ, നിങ്ങൾക്ക് വന്നതാ. ലഖദ് ജാഅകും അരി റസൂലുൻ, അയക്കപ്പെട്ട വ്യക്തി അയച്ചതാരാണ്? റബ്ബുൽ ആലമീനായ അല്ലാഹുവാണ്. മിൻ അൻഫുസികും, അത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആളല്ല, നിങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെ, അത് ആദം നബി മുതൽ പരിചയപ്പെട്ട വ്യക്തി തന്നെ, നിങ്ങളെ ശരീരത്തിൽ നിന്ന് തന്നെ, നിങ്ങൾക്ക് പരിചയമുള്ള വ്യക്തി തന്നെ. മിൻ അൻഫുസികും അസീസുൻ മാ അനിത്തും, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുന്നത് അവിടുത്തെ മനസ്സിന് വല്ലാത്ത മനക്ലേശമുണ്ടാക്കുന്ന കാര്യമാണ്. അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും, ഹരീസുൻ അലൈക്കും, നിങ്ങളോട് വല്ലാത്ത താല്പര്യമുള്ള വ്യക്തിയാണ്, നിങ്ങളെ പ്രശ്നത്തിലാണ് അവിടുത്തെ മുഴുവൻ ശ്രദ്ധയും. ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, ഈമാനുള്ളവർക്ക് വല്ലാതെ ദയ റഊഫാണ്, അത് ആഖിറത്തിലും ഗുണം ചെയ്യുന്ന റഹീമാണ്. അങ്ങനെ റഊഫാണ്, റഹീമാണ്, ഹരീസാണ്, അസീസാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ആ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത താല്പര്യം നമ്മുടെ വിഷയത്തിലുള്ള ആളാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ വഫീറു.
فيك قد أحسنت ظني يا بشير يا نذير. അങ്ങയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ കാര്യത്തിൽ വല്ലാത്ത താല്പര്യമുള്ള നബി എന്നാണ്. ഞങ്ങളുടെ പ്രശ്നം അവിടുത്തെ വല്ലാതെ അലട്ടുന്നുവെന്നാണ്. അവിടുത്തെ എല്ലാ ചിന്തയും ഞങ്ങളെ വിഷയത്തിലാണെന്നാണ്. അത് ആ നബിയെ തങ്ങളെ സംബന്ധിച്ച് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത് വല്ലാതെ ദയ ചെയ്യുന്ന നേതാവെന്നാണ്, ആഖിറത്തിലും റഹ്മത്ത് ചെയ്യുന്ന നേതാവെന്നാണ്. അത് ആ ഖുർആൻ ഞങ്ങളെ പരിചയപ്പെടുത്തിയത് വക്കാന ഫദ്ലുല്ലാഹി അലൈക അസീമാ, വല്ലാത്ത ബഹുമാനം അല്ലാഹു കൊടുത്ത ആളാണെന്നാണ്. അതുകൊണ്ട് തന്നെ നബിയെ ഞങ്ങളിൽ താല്പര്യമുള്ള ആളല്ലേ തങ്ങൾ. അതുകൊണ്ട് അങ്ങയെ സംബന്ധിച്ച് ഞങ്ങളുടെ ധാരണ ഞങ്ങൾ നന്നാക്കിയിരിക്കുന്നു, ഞങ്ങളെ വിശ്വാസം ക്ലിയറാക്കിയിരിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് ദയ ചെയ്യുന്ന നേതാവ് തന്നെ, കാരുണ്യം ചെയ്യുന്ന നേതാവ് തന്നെ, അല്ലാഹു വലിയ ഫദ്ല് തന്ന നേതാവ് തന്നെ. അതുകൊണ്ട് അവിടുത്തെ സർവന്റാകലാണ് ഞങ്ങൾക്ക് അഭിമാനം, അവിടുത്തെ അടിമയാകലാണ് ഞങ്ങൾക്ക് അഭിമാനം. ധാരാളം അടിമകളും ഉടമസ്ഥന്മാരുമായി ഇവിടെ പലരുമില്ലേ, അതൊന്നുമല്ല. അവിടുത്തെ അടിമയാകലാണ് ഞങ്ങൾക്ക് അതാ ഞങ്ങൾക്ക് അഭിമാനം. അച്ചടക്കമുള്ള അടിമകളാണ് ഞങ്ങൾ, അച്ചടക്കമുള്ള അടിമയാണ് ഞാൻ, താഴ്മയുള്ള അടിമയാണ് ഞാനിതാ എന്റെ റബ്ബ് അവന്റെ പരിശുദ്ധ ഖുർആനിൽ ഞങ്ങൾക്ക് ധാരാളം ദയ ചെയ്യുന്ന നേതാവെന്ന്, ധാരാളം കരുണ ചെയ്യുന്ന നേതാവെന്ന്, അല്ലാഹു വല്ലാതെ കൊടുത്ത നേതാവെന്ന്, ഞങ്ങളിൽ വലിയ താല്പര്യമുള്ള നേതാവെന്ന്, ഞങ്ങളെ പ്രശ്നത്തിൽ തന്നെ ചിന്ത മുഴുക്കുന്ന നേതാവെന്ന് അല്ലാഹു പഠിപ്പിച്ചിട്ട് ആ നേതാവിന്റെ സീറ്റ് വേണ്ട, ആ നേതാവ് മധ്യവാസിയായി വേണ്ട, ഞങ്ങളെ പടച്ചവരോട് ഡയറക്റ്റിന് ഭാഗമെന്ന് പറയുന്ന അഹങ്കാരത്തിന് ഞാനില്ല നബിയെ, ഞാൻ പാവപ്പെട്ട അടിയായിയാണ് നബിയെ, പാവപ്പെട്ട അടിമയാണ് നബിയെ. അബിദുക്കൽ അല്ല പറഞ്ഞില്ലേ അങ്ങേക്ക് ഫദ്ല് തന്നു എന്ന്, അവിടുന്ന് ഞങ്ങൾക്ക് ദയ ചെയ്യുമെന്ന് അല്ല പറഞ്ഞില്ലേ, അവിടുന്ന് റഹ്മത്ത് ചെയ്യുമെന്ന് അല്ല പറഞ്ഞില്ലേ. അല്ല പറഞ്ഞാലും സ്വീകരിക്കുകയില്ലെന്ന ധിക്കാരം എനിക്കില്ല നബിയെ, അവിശ്വാസം എനിക്കില്ല നബിയെ, ഞാൻ മൂമിനായ അടിമയാണ് നബിയെ. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഔദാര്യം പ്രതീക്ഷിക്കുന്നു നബിയെ. യാ ബശീറോ യാ നദീറോ, ബശീറും നദീറുമായി അല്ല പറഞ്ഞേറ്റ നബിയെ, തങ്ങളെ കുറിച്ച് ഞങ്ങളെ ധാരണ നന്നാക്കി നബിയെ. മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷ നൽകുന്നു. അങ്ങനെ അപേക്ഷ നൽകിയാൽ എന്ത് സംഭവിക്കും? ഇബ്നു തൈമിയ്യ പറയുന്നു, അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നബിയോട് ചിലർ സഹായം ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം ചെയ്തിട്ടുമുണ്ട്, തർക്കമില്ല. അങ്ങനെ ചെയ്യാൻ കാരണം അദ്ദേഹം പറയുന്നു, ജീവിതകാലത്ത് വല്ലതും ചോദിച്ചാൽ നബി ആരെയും മടക്കാറില്ല. വഫാത്തിന് ശേഷവും എന്റെ ഉമ്മത്തുകൾ ചോദിച്ചിട്ട് ഞാൻ മടക്കുന്നത് ശരിയല്ലല്ലോ, മടക്കിയാൽ ഞങ്ങളെ നേതാവ് തരുമെന്ന പ്രതീക്ഷയിൽ ചോദിച്ചിട്ട് നേതാവ് തന്നില്ലല്ലോ എന്ന മനോവേദന കൊണ്ടവരെ ഈമാനിന് കേടുപറ്റിയാലോ അത് പേടിച്ചിട്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ നിന്ന് ധാരാളം സംഭാവനകൾ കൊടുത്തതെന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. وكذلك سؤال بعضهم للنبي صلى الله عليه وسلم حاجته فتقضى له എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇത് വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിവരമുള്ള ഒരു പണ്ഡിതരും മരണപ്പെട്ടു പോയവർ വിളിക്കരുതെന്നൊക്കെ വേറെ ചില സ്ഥലത്ത് അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അബദ്ധങ്ങൾ എഴുതി പോയിട്ടും പറഞ്ഞു പോയിട്ടും ഉണ്ട്. അത് വേറെ വിഷയം. അദ്ദേഹത്തിന് അങ്ങനെ ചിലപ്പോൾ രണ്ടിയാരി പൈതൃക സ്വഭാവം ഉണ്ട്. ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ ഇവിടെ അദ്ദേഹം ആ സത്യം അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ മുസ്ലിം ഉമ്മത്തിനെ ഓർമ്മപ്പെടുത്തി. എന്റെ വാചകം നിർത്തട്ടെ സഹോദരന്മാരെ. അതാ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് വരുന്നു മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരു ചെറിയ പട്ടാളികൾക്ക് തിന്നാൻ മതിയാകാത്ത ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്. ആട്ടിനെ അറുത്തു കൊടുത്തിട്ടുണ്ട്. ഒരു സായി, ഒരു 3 ലിറ്ററോളം വരുന്ന ഗോതമ്പും ഉണ്ട്, അതിന്റെ പൊടിയുമുണ്ട്. അതവിടെ പാകം ചെയ്യാൻ ഏൽപ്പിച്ചു വന്നതാണ്. നബിയെ, തങ്ങൾ പട്ടിണിയിലല്ലേ നബിയെ? കണ്ടക്ക് യുദ്ധമാണ്, കിടങ്ങു വീറുകയാണ്. കിടങ്ങു വീഴുമ്പോൾ വിശന്ന് സഹിക്കാൻ വേണ്ടിയിട്ട് സഹാബത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് നേതാവായിട്ട് കസേരയിൽ ഇരിക്കുകയല്ല, അവിടുന്ന് വിശ്വാസം എടുത്തിട്ട് കിടങ്ങു വീറുകയാണ്. പ്രവർത്തകന്മാരുടെ കൂടെ സജീവ രംഗത്താണ്. ഒരു വലിയ പാറ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരാൾക്കും പൊട്ടിക്കാൻ കഴിയാത്ത സമയം നേതാവായ രവിയോട് എന്ന് പറഞ്ഞപ്പോ സമീപത്ത് എന്ന് ഞാൻ ഇറങ്ങി പൊട്ടിക്കുമെന്ന് പറഞ്ഞ് കിടങ്ങിലിറങ്ങി ഒരൊറ്റ ഇടി കൊടുത്തപ്പോൾ അത് പൊടി പൊടിയായി പോയിരിക്കുകയാണ്. അപ്പോഴല്ലേ ജാബിർ റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ വയറ്റിൽ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. വല്ലാതെ വിശക്കുന്നുണ്ട്. ആ വിഷമം കണക്കിലെടുത്ത് വീട്ടിൽ പോയി പോറ്റുന്ന ചെറിയ ആട്ടിൻകുട്ടിയെ അറുത്ത് ചെറിയ പത്തിരി നിർമ്മിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു പോയ ജാബിർ റളിയല്ലാഹു അൻഹു നബിയേ തങ്ങളും ഒരു 1 2 3 ആളുകളും വന്ന് ഒന്നതാ വീട്ടിൽ വന്നാ ഉള്ള ഭക്ഷണം കഴിക്കണം നബിയേ എന്ന് പറയുമ്പോ അവിടുത്തെ വാചകം അതേ ഇന്ന ജാബിറിന് ജാബിർ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്. വരൂ സഹാബികളെ, 1000ഓളം വരുന്ന ആളുകളെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ നെഞ്ഞിൽ നിന്ന് ഇടിക്കുന്ന ജാബിർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ചെല്ലുന്നു. നബിയും സഹാബത്തും അത് 1000ഓളം ആളാണ് വരാൻ പോകുന്നത്. അതേ അല്ലാഹുവിന്റെ റസൂലും കൂടെയുണ്ടല്ലോ എന്ന സമാധാനം. നേരെ വന്നിട്ട് അവിടെ അതാ കച്ചട്ടിയിൽ വെച്ചിരിക്കുന്ന മാംസത്തിന്റെ സമീപത്ത് വന്ന് അടുപ്പിന്റെ അടുക്കൽ വന്ന് അവിടുത്തെ ബറക്കത്തുള്ള ഉമിനീരൽപ്പം അതിൽ ചേർത്ത് ബറക്കത്ത് നേർന്നു. പിന്നീട് ഞങ്ങളെ അവത്തിന്റെ പൊടിയുടെ സമീപത്ത് വന്ന് ആ പൊടിയിലും ബറക്കത്ത് നേർന്നു. ചുട്ടോളൂ, പത്തിരി ചുട്ടോളൂ, വിതരണം ചെയ്തോളൂ. സുബ്ഹാനല്ലാഹ്, 1000ഓളം വരുന്ന പത്തിരി കിടക്കുന്ന സൈന്യങ്ങൾക്ക് മുഴുവനും അവിടുത്തെ ഉമിനീരിന്റെ ഒരു സകലമങ്ങ് ചേർത്തപ്പോൾ അതേ അത് കസ്തൂരിയേക്കാൾ ബഹുമതിയുള്ള സുബ്ഹാനല്ലാഹ് ചെങ്ങൻ രോഗങ്ങൾ തൊട്ട് വരുത്തിയപ്പോൾ തന്നെ റളിയല്ലാഹു മാറിപ്പോയതാണ്. എല്ലാ ഔഷധവീര്യവുമുള്ള ഉമിനീര് ഒരൽപ്പം ചേർത്തപ്പോൾ 1000ഓളം ആളുകളും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ എന്റെ കച്ചട്ടിയിൽ ചെന്ന് നോക്കുന്നു. എന്റെ കച്ചട്ടിയിൽ മാംസത്തിനൊരു കുറവുമില്ല. അതേ പത്തിരി ചുടുന്ന വസ്തുവിന് ഒരു കുറവുമില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ ബറക്കത്ത് പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അവിടുത്തെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല, അവിടുത്തെ കള്ള കൊടുത്ത ബഹുമാനം പറഞ്ഞു തീർക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. അർഹമുർ റഹീമീനേ റബ്ബേ, ഞങ്ങളെ ഈ മജ്ലിസിന് ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ, അവിടുത്തെ ബറക്കത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങൾ ഇതുവരെ പറഞ്ഞതും കേട്ടതും സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾ ഇന്ന് രോഗികളായ പലരും ആശുപത്രിയിലുണ്ട്. അതേ, ഞങ്ങളുടെ പ്രവർത്തകന്മാര് ആശുപത്രിയിലുണ്ട്. അവരുടെ രോഗങ്ങൾ സുഖപ്പെടുത്തണേ റഹ്മാനേ. അതാവർക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നമ്മളോട് സഹായിക്കുന്ന എരോത്ത് പോക്കർ ഹാജി ഈ ആശുപത്രിയിൽ തന്നെ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീണിച്ച് കാലിലൊരു ചെറിയ പൊട്ടി സംഭവിച്ചിട്ട് അല്ലാഹു അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. എനിക്ക് തിരക്ക് കൊണ്ട് കയറാൻ സമയം കിട്ടിയിട്ടില്ല. സദസ്സിൽ വെച്ച് രാജീവെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ
കുറ്റിക്കാട്ടൂർ അബ്ദുൽ ലത്തീഫ് മുസ്ലിയാരുടെ പെങ്ങളി അടുത്ത് മരണപ്പെട്ടു പോയി. അള്ളാഹുവിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. നേരത്തെ പെരിങ്ങത്തൂരിൽ ദർശനം നടത്തുന്ന അലിക്കുട്ടി മുസ്ലിയാരുടെ ഭാര്യയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെയും നമ്മയും അതുപോലെ നമ്മളെ ജബലുൽ തങ്ങൾ കേട്ടി ഉസ്താദ് തുടങ്ങി നമ്മളെ അടുത്ത് വിട്ടുപിരിഞ്ഞു പോയ സാദാത്തുക്കളി, മുമ്പ് വിട്ടുപിരിഞ്ഞു പോയ സാദാത്തുക്കളി, അലിബീങ്ങളി എല്ലാവരുടെയും ദർജയെ അള്ളാഹു എത്തിക്കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെ കുടുംബങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങളും അതുപോലുള്ള ഒരുപാട് ആളുകളും നമ്മുടെ സദസ്സിലുണ്ട്. അവരൊക്കെ നമുക്ക് ദുആ ചെയ്യാൻ സയ്യിദന്മാരുണ്ട്. അവരൊക്കെ ദുആയും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടേ പോകാവൂ. എനിക്ക് വളരെ ദൂരെ, ഇവിടുന്ന് ഏകദേശം ഒരു 19 കിലോമീറ്റർ അകലെ 9 മണിക്ക് പ്രസംഗിക്കാനെത്തോളം. അതുകൊണ്ട് നാളെ രാവിലെ അല്ല ഇന്ന്. അതുകൊണ്ട് നിങ്ങളൊക്കെ ക്ഷമിക്കണം. എല്ലാവരും എല്ലാം കഴിഞ്ഞിട്ടേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ വാക്കുകളും പ്രവൃത്തികളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളിലും സംഘടനകളെയും സഹായിച്ചവരും സിറാജുൽ ഹുദ എന്ന സ്ഥാപനത്തിന് വേണ്ടി ഇവിടെ വന്നപ്പോഴും നേർച്ചകളും സംഭാവനകളും തന്നവരുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. അവരുടെ വിഷമങ്ങൾ നീ അകറ്റിക്കൊടുക്കണം റഹ്മാനെ. ഈ പരിപാടി സംഘടിപ്പിച്ച പ്രവർത്തകന്മാർക്കും ഇവിടെ എത്തിച്ചേർന്നവർക്കും സഹായിച്ചവർക്കും സഹകരിച്ചവർക്കും പ്രവർത്തിച്ചവർക്കും എല്ലാവർക്കും സഹായിക്കുന്നവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ. ഞങ്ങളെയും അവരെയും നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ സന്തോഷത്തിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ.